നമസ്കാരം. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വഴക്ക് പറയുന്നൊരു രക്ഷിതാവും എന്തിനും വാശി പിടിക്കുന്ന ഒരു കുട്ടിയും മാത്രമല്ല ഉള്ളത്. വളരെ ശാന്തനായിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു മുതിർന്ന ആൾ കൂടെയുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ഉള്ളിലെ പാരന്റിനെയും ചൈൽഡിനെയും പറ്റി സംസാരിച്ചല്ലോ, അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിന്റെ കമ്പ്യൂട്ടർ എന്ന് വിളിക്കാവുന്ന അഡൾട്ട് ഈഗോ സ്റ്റേറ്റിനെ കുറിച്ചാണ്. അപ്പോ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നേന്നല്ലേ? നമ്മുടെ ഉള്ളിലെ ഈ അഡൽട്ടിനെ മുഴുവനായി മനസ്സിലാക്കാൻ നമ്മളൊരു 5 ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. അതെന്താണെന്ന് തിരിച്ചറിയുന്നത് മുതൽ നമ്മുടെ എല്ലാ ദിവസത്തെ ജീവിതത്തിൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്നുവരെ നമ്മൾ നോക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ഈ അഡൾട്ട് എന്ന് പറയുമ്പോൾ വയസ്സിനെക്കുറിച്ചല്ലാട്ടോ സംസാരിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു തരം സൂപ്പർ പവറാണ്. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് കിട്ടുന്ന വിവരങ്ങൾ തെറ്റോ ശരിയോ എന്ന് നോക്കി പ്രോസസ്സ് ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മുടെ അഡൾട്ടും. വികാരങ്ങളെയും മുൻവിധികളെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തി വസ്തുതകൾ വെച്ചു മാത്രം കാര്യങ്ങളെ കാണുന്നു. അപ്പോ എന്താണ് ഈ അഡൽട്ട് സ്റ്റേറ്റ്? നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാ ഒരു പ്രശ്നത്തെപ്പറ്റി ഒരു ടെൻഷനുമില്ലാതെ ശാന്തമായിട്ടിരുന്ന് ആലോചിച്ചത്? ഓർമ്മയുണ്ടോ? ആ ഒരവസ്ഥയില്ലേ? അതാണ് ഈ സ്റ്റേറ്റ്. പണ്ട് നടന്നതിനെക്കുറിച്ച് കുറ്റബോധോ ഇനി എന്തു നടക്കും എന്നതിനെക്കുറിച്ച് പേടിയോ ഇല്ലാതെ ഈ നിമിഷത്തിൽ, അതായത് ഹിയർ ആൻഡ് നൗവിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു മാനസികാവസ്ഥ. അതായത് നമ്മുടെ ഉള്ളിലൊരു ന്യൂട്രൽ പ്രോസസ്സറാണ് ഈ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. പേരന്റ് പറയുന്ന അത് ചെയ്യണം ഇത് ചെയ്യരുത് എന്ന നിയമങ്ങളോ ചൈൽഡ് വാശി പിടിക്കുന്ന എനിക്കിത് വേണം എന്ന ആഗ്രഹങ്ങളോ ഒന്നും ഇതിനെ ബാധിക്കില്ല. ഇതൊരു ഡിറ്റക്റ്റീവിനെ പോലെയാണ്. കിട്ടുന്ന വിവരങ്ങളെല്ലാം ശേഖരിക്കും, വിശകലനം ചെയ്യും, എന്നിട്ട് ഏറ്റവും നല്ലൊരു പരിഹാരം കണ്ടെത്തും. ഈ അഡൾട്ട് സ്റ്റേറ്റിന്റെ രീതികളൊന്ന് നോക്കിക്കേ. ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. പകരം ഓക്കെ, എന്തുപറ്റി, നമുക്കിതെങ്ങനെ ശരിയാക്കാം എന്ന് ചോദിക്കും. ഇവിടെ ദേഷ്യത്തിനും സങ്കടത്തിനുമൊന്നും വലിയ സ്ഥാനമില്ല. പകരം യുക്തിക്കാണ് പ്രാധാന്യം. അതായത് വികാരങ്ങൾ നിങ്ങളെ ഭരിക്കുന്നതിന് പകരം നിങ്ങൾ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നൊരവസ്ഥ. ഈ 3 ഭാവങ്ങളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നല്ല തിരക്കുള്ള ഒരു ദിവസം. പെട്ടെന്ന് നിങ്ങൾ ഫർക്ക് ചെയ്യുന്നു, അയ്യോ പേഴ്സ് കാണാനില്ല. ആ ഒരൊറ്റ സാഹചര്യത്തില് നമ്മുടെ ഉള്ളിലെ 3 പേരും എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് നോക്കിക്കേ. പാരന്റ് ചാടി വീഴും. കണ്ടോ, എപ്പോഴും ഇതാ നിന്റെ പ്രശ്നം, ഒരു ശ്രദ്ധയുമില്ല. ചൈൽഡോ പേടിച്ച് കരച്ചിലിന്റെ വക്കത്താവും. അയ്യോ തീർന്നു, ഇനി ഞാൻ എന്തു ചെയ്യും? പക്ഷേ നമ്മുടെ അഡൾട്ട് അങ്ങനെയല്ല. അത് നേരെ കാര്യത്തിലേക്ക് കടക്കും. ശരി, പേഴ്സ് അവസാനമായി എവിടെയാ ഉപയോഗിച്ചത്? ഏതൊക്കെ കാർഡ് ബ്ലോക്ക് ചെയ്യണം? ആരെയാ വിളിക്കേണ്ടത്? കണ്ടോ, പ്രോബ്ലം സോൾവിംഗ് മോഡ് ഓൺ. ഇതിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കേണ്ടത്? വളരെ സിമ്പിളാണ്. നമ്മുടെ ഉള്ളിലെ ഈ അഡൾട്ടിനെ ഒന്ന് തട്ടി ഉണർത്തിയാൽ മതി. ഏത് വലിയ പ്രശ്നത്തിനെയും നമുക്ക് കൂളായിട്ട് നേരിടാം. വെറുതെ ടെൻഷൻ അടിക്കുന്നതും സ്വയം കുറ്റപ്പെടുത്തുന്നതുമൊക്കെ ഒഴിവാക്കി നേരെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇനി സ്വന്തം പ്രശ്നം തീർക്കാൻ മാത്രമല്ലാട്ടോ, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഈ അഡൾട്ട് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ സംഗതി അടിപൊളിയാകും. ആവശ്യമില്ലാത്ത വഴക്കം തെറ്റിദ്ധാരണമൊക്കെ ഒഴിവാക്കി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കിടിലൻ ടൂള് കൂടിയാണിത്. ദാ ഈ ഉദാഹരണം നോക്കൂ. ക്ലാസ്സിലൊരു കുട്ടി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു. അപ്പോൾ ഒരു ടീച്ചർ പാരന്റായിട്ട് വഴക്ക് പറയുന്നതിനും ചൈൽഡായിട്ട് ദേഷ്യപ്പെടുന്നതിനും പകരം ഒരു അഡൾട്ടായിട്ട് ആ കുട്ടിയോട് സംസാരിച്ചാൽ എന്തായിരിക്കും? പ്രശ്നം വളരെ പെട്ടെന്ന് തീരുമല്ലേ? ഇത് ക്ലാസ്സിൽ മാത്രമല്ല, ഓഫീസിലും വീട്ടിലും ഒക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, ഇത് കൊള്ളാലോ, പക്ഷെ ഇതെങ്ങനെ ജീവിതത്തിൽ ചെയ്യുമെന്ന്. പേടിക്കണ്ട, അതിന് വളരെ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. ഒരു സിമ്പിൾ പ്രാക്ടീസ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് തർക്കിക്കാൻ പോകുമ്പോൾ ഒരൊറ്റ സെക്കൻഡ് ഒന്ന് നിർത്തിയിട്ട് സ്വയം ചോദിക്കുക, 1 മിനിറ്റ് ഇപ്പോൾ ആരാ സംസാരിക്കുന്നത്? എന്റെ ഉള്ളിലെ അഡൾട്ടാണോ അതോ പേരന്റോ ചൈൽഡോ ആണോ? സത്യമായിട്ടും ആ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ ആ നിമിഷത്തെ മൊത്തം മാറ്റാൻ. നിങ്ങൾ വികാരങ്ങൾക്ക് പകരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ ശാന്തനായ ബുദ്ധിമാനായ അഡൾട്ടിനെ പരിചയപ്പെട്ടു. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഈ അഡൾട്ടും പാരന്റും ചൈൽഡും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഭാഷണങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ സംഭാഷണങ്ങളാണ്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് അടുത്ത ഭാഗത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അടുത്ത തവണ കാണാം.